സർ, കേരളത്തിൽ ഇനി ഒരു മുസ്ലിം മുഖ്യമന്ത്രി സാധ്യമാണോ? നമുക്കറിയാം കേരള ജനസംഖ്യയുടെ ഒരു 30% ജനസംഖ്യ മുസ്ലിം സമൂഹത്തിൻ്റെതാണ്. അപ്പോൾ ഇതുവരെ കേരളത്തിന് ആ, ഒരു ചുരുങ്ങിയ നാൾ മാത്രമാണ് സി ജെ മുഖ്യമന്ത്രി ആയിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്നാണ് ഒരു മുസ്ലിം മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാനാവുക? അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് മാത്രമല്ല, നമ്മളത് തീർച്ചയായിട്ടും ഒരു 30% വരുന്ന പ്രാതിനിധ്യമുള്ള ഒരു ജനവിഭാഗമാണ് മുസ്ലിം. അപ്പോൾ മുഖ്യമന്ത്രി ആയാലും തെറ്റൊന്നുമില്ല. മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇനി മിക്കവാറും CPM ഒക്കെ ഭരിക്കുമ്പോഴായിരിക്കും അത്തരത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ വരാൻ സാധ്യതയുള്ളത്. ബാക്കി കോൺഗ്രസ് മുഹമ്മദ് റിയാസ് ആയിരിക്കും. മുഹമ്മദ് റിയാസ് വന്നാലും തെറ്റൊന്നുമില്ല. അപ്പം അതിൽ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട പക്ഷെ കാര്യം. അദ്ദേഹം ആ ഒരു ഐഡന്റിറ്റി ഒന്നും കൊണ്ടുനടക്കുന്ന വ്യക്തിയല്ലല്ലോ. അല്ല, അത് ഐഡന്റിറ്റി കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മനുഷ്യനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇപ്പോൾ ഏത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതൊന്നും വിഷയമില്ല. കാരണം ഇവിടെ കൃത്യമായി ഭംഗിയായി ഭരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. സത്യത്തിൽ അല്ല, അതല്ല പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ മുസ്ലിം മുഖ്യമന്ത്രി ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയത്തോടു കൂടി അല്ല, നോക്കിക്കാണുന്ന അതിപ്പോ സംഘപരിവാർ സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ഭയമാണ്. അതിലേക്ക് കുറെ പേര് വീണുപോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ മുഖ്യമന്ത്രി ആയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അദ്ദേഹം ഇപ്പൊ ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അല്ലാതെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളുമല്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇനി പാണക്കാട് തന്നെയാണെങ്കിലും അതുപോലെ തങ്ങൾമാരൊക്കെ ഭരിച്ചാൽ പോലും യാതൊരു കുഴപ്പമില്ല. സമ്പൂർണ്ണ മതേതരമാണെന്നുള്ളതിൽ ഒരു സമ്പൂർണ്ണ മതേതരമാണെന്നുള്ളതിൽ പിന്നെ അവരല്ല അങ്ങനെ മത തീവ്രവാദം ഒന്നും കൊണ്ടു കിടക്കുന്നവരല്ല. പിന്നെ ഒക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു വോട്ട് ബാങ്കുകളുടെ കൺസോൾട്ടേഷനൊക്കെ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിൽ പോലും അതുകൊണ്ട് വലിയ അപകടമൊന്നും കേരളത്തിനൊന്നും ഉണ്ടാവാനൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓക്കെ, ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതുപോലെയുള്ള പാർട്ടികൾക്കൊക്കെ തന്നെ ഇവരിലൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം ചിലപ്പോൾ തലവേദന ആവില്ലെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ വ്യക്തിപരമായി നോക്കുമ്പോൾ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരിച്ചാലും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വന്നതല്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഇതിലേക്ക് എത്താത്തത്, ആ ഒരു പൊസിഷനിലേക്ക്? അല്ല, അതാ പറഞ്ഞു വന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ അവർക്ക് മുസ്ലിം ലീഗിൽ നിന്ന് പോലും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് ഞാനൊരു തവണ PMA സലാം സാഹിബൊക്കെ ആയിട്ടിരുന്നു ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ മുനവർലി തങ്ങളൊക്കെ ആയിട്ടും ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ഒരു 80-85 ലക്ഷത്തോളം 90 ലക്ഷത്തോളം എന്ന മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പക്ഷെ അവരുടെ വോട്ട് ബാങ്കുകളിൽ ഇപ്പോഴും നിങ്ങൾ തുറന്നു പറഞ്ഞറിയേണ്ടത്, അവരെല്ലാവരും മുസ്ലിം ലീഗുകാരോ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരോ ഒന്നും അല്ല. മുസ്ലിം ലീഗിന് ഇപ്പോഴുള്ള വോട്ട് എന്ന് പറയുന്നത് കൂടി 10-15-20 ലക്ഷം വോട്ടുകൾ മാത്രമേ. അല്ല, അത് പറഞ്ഞിരുന്നില്ല. ആ വോട്ടുകളുള്ളൂ. ആ വോട്ടുകൾ ഇപ്പോൾ 25-30 ലക്ഷം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗിന്റെ ആളുകൾ എന്ന് പറയുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ ഒരു 15-20 ലക്ഷം മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? കൃത്യം. അതായത് ബാക്കിയുള്ളത് മുഴുവൻ കോൺഗ്രസ് വോട്ടുകളാണ്. ഇപ്പൊ അവർ ജയിച്ചിട്ടുള്ള 27 മണ്ഡലങ്ങളിൽ മാത്രം നമ്മൾ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വോട്ട്, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടുമായിട്ട് പറയാൻ കഴിയുന്ന കൂടി വന്ന 20 ലക്ഷം വോട്ടുകളേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വോട്ടില്ല. അപ്പൊ ബാക്കിയുള്ള വോട്ടുകൾ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയും ഒക്കെ കൂടി കിട്ടിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ജയിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ അവർ പക്ഷേ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു കൺസോൾട്ടേഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നൊക്കെ അവർ ആലോചിക്കണം. അല്ലെങ്കിൽ ആ സമുദായത്തിലെ ആളുകൾ പോലും അവരെ വിശ്വസിച്ച് അവരുടെ പാർട്ടിയിലേക്ക് നിൽക്കാത്തത് എന്നുള്ളത് അവരാലോചിക്കേണ്ട വിഷയമാണ്. കാരണം തീർത്തും മലബാർ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പൊ തൃശ്ശൂരിനപ്പുറത്തേക്ക് വലിയൊരു സ്വാധീനമൊന്നും അവർക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അതാണ് പറഞ്ഞത്, മലബാർ കേന്ദ്രീകരിച്ച് എന്നുള്ളത് മാത്രമല്ല, മലബാറിലെ മുസ്ലിം സമൂഹം മലബാറിൽ ഞാൻ പറയുന്നത് അവര് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, അവരുടെ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള അവരുടെ ബേസ് യഥാർത്ഥത്തിൽ കൂട്ടനാണ്. കാരണം ഇവിടുത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത് ഒരു സെക്യുലർ പാർട്ടികളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അതായത് ഒന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒപ്പമോ CPM-ന്റെ ഒപ്പമോ നിൽക്കുന്ന ഒരാളുകളാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം. മഞ്ചേശ്വരത്ത് യഥാർത്ഥത്തിൽ 50% മുകളിലാണല്ലോ മുസ്ലിം സമുദായത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവിടെ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്നവരിൽ ഏതാണ്ട് 35-38% അല്ലെങ്കിൽ 40-42% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നുള്ളൂ. അല്ല, പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന മഞ്ചേശ്വരം പോലുള്ള സ്ഥലം, ഇപ്പൊ മഞ്ചേശ്വരത്ത് പോലും യഥാർത്ഥത്തിൽ AKM അഷ്റഫോടെ മത്സരിക്കുമ്പോൾ പോലും അവിടെ 50%-ലധികം മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു മണ്ഡലമാണ്. അവരിൽ മഹാഭൂരിപക്ഷം വോട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ട് പോലും അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പോലും കിട്ടുന്നത് 38-40-44% വോട്ടുകളാണ്. അതായത് 50%-ലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്താൻ പറ്റുന്നില്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. അതെന്താണെന്ന് കൂടി ആലോചിക്കണം. എതിരെ നിൽക്കുന്നതും ജയിക്കാൻ സാധ്യതയുള്ള ടൈറ്റ് ഫൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കുന്നതും BJP ആണ്. അപ്പൊ BJP ആയിട്ട് പോലും അവിടെ എന്ത് ചെയ്യുന്നില്ല, മുസ്ലിം സമുദായാംഗങ്ങൾ ഒന്നടങ്കം ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ സപ്പോർട്ട്
ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ കാണണം. അപ്പോഴും എന്താ സംഭവിക്കുന്നത്, അവിടെയുള്ള മറ്റേ വളരെ സെക്യുലർ ആയിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ആളുകൾ, അവരിൽ കുറെ പേര് ലീഗിന് വോട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അനുഭാവികളാണ്, കുറെ പേര് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും അനുഭാവികളാണ്. CPI-യിലും മറ്റു പാർട്ടികളിലും ഒക്കെ തന്നെ അവര് ഉണ്ട്. കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് BJP കിടക്ക് വോട്ട് ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു സമുദായ പാർട്ടിയുടെ പേരുണ്ടെങ്കിൽ പോലും ആ സമുദായത്തിൽ ഒന്നടങ്കം വലിയ സ്വാധീനം ചെലുത്താൻ ഇപ്പോഴും മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം ലീഗിന്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു CPM-ന്റെ ഒപ്പമോ അല്ലെങ്കിൽ LDF കോൺഗ്രസിന്റെ ഒപ്പമോ ഒന്നും ഉയർത്തണ്ട, അതിന്റെ പകുതിയോളമെങ്കിലും അവർക്കുള്ള വോട്ട് ബേസ് ഉയർത്താൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വലിയ ക്ലെയിം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാർ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ എത്ര ഉണ്ടാവും? നമ്മൾ കേരളം മൊത്തം പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ എത്ര ഉണ്ടാവും? മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ഒരുപാടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ എന്നുള്ളത് 50% മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള മണ്ഡലങ്ങൾ അല്ല. അതിപ്പോ എന്റെ കയ്യിൽ കൃത്യം കണക്കുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാനായിട്ട് അതിപ്പോ പറയുന്നില്ല, അതെന്റെ കൃത്യം കണക്കുണ്ട്. അല്ല, അവിടെ ഭൂരിപക്ഷം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 50% മുസ്ലിം ഭൂരിപക്ഷം ഒന്നും വേണ്ടതേ. മുസ്ലിം 50% കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മലബാറിലെ പല മണ്ഡലങ്ങളിലും വിജയിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. അതിലും മലബാറിലാണത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ മലപ്പുറത്താണ്. മലബാർ മുസ്ലിം പാർട്ടിയാണ്. മലപ്പുറത്തുള്ളത് മാത്രമാണ്. അല്ല, മലബാർ മുസ്ലിം പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അവരിരുന്നാ പിന്നെ അവരെങ്ങനെ വളരണത്? അവര് മറ്റ് സ്ഥലങ്ങളിലേക്കും അവരുടെ സംഘടനാ സംവിധാനം വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അതിനുവേണ്ടി ഡെലിബറേറ്റ് ആയിട്ടുള്ള എഫേർട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ അപ്പുറത്തേക്ക് അവർ മത്സരിക്കാൻ ഒഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പൊതുവേ ഈ പറയുന്ന തൃശ്ശൂർ അപ്പുറത്തേക്ക് ഗുരുവായൂർ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ മുസ്ലിം സ്ഥാനാർത്ഥികൾ കുറവാണ്. തൃശ്ശൂർ അപ്പുറത്തേക്കുള്ള നമ്മളെ മണ്ഡലങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ പരിശോധിച്ച് നോക്കിയാൽ പൊതുവെ മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെ കുറവാണ്. ഇതിനൊക്കെ ഒരുപാട് വഴികളുണ്ടല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തെ പാർട്ടി, ആ സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി എന്നുള്ള ഒരു ലേബലിൽ നിന്ന് അവർ കുറച്ചുകൂടി അവരുടെ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് വൈഡൻ ചെയ്താൽ മതി അവരുടെ ചിന്താധാര. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലെയും മറ്റു മതവിഭാഗങ്ങളിലെ പിന്നോക്ക സമുദായങ്ങളെയും കൂടി അവർക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി മാറിയാൽ അവർ സ്വാഭാവികമായിട്ടും വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയേക്കാം. അവര് അങ്ങനെയാണെങ്കിൽ അവർ കേരളം ഭരിക്കാവുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള എഫേർട്ടുകളൊന്നും വളരെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല. ആ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ നമ്മുടെ വിഷയം ചെയ്യാത്തതൊക്കെ കൊണ്ടാണ് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാതെ തന്നെ പോകുന്നത്. അല്ല, ഞാൻ പറയുന്നത് അത് മുസ്ലിം ലീഗ് തന്നെ അധികാരത്തിൽ വന്നിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ മുസ്ലിമോ സിക്കോ പാസിയോ, ഞാൻ പറയുന്നത് ഒരു SC ST മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയ്യുന്നോ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ള മുഖ്യമന്ത്രിമാരെ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. അപ്പൊ അതൊക്കെ തന്നെ വലിയ വിഷയമാണ്. മനസ്സിലായോ? ഇപ്പൊ പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ മുഖ്യമന്ത്രിമാരുടെ മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ വരുന്നത് നല്ല കാര്യമാണ്. കാരണം അവർക്കും കൂടി ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അല്ല, ഇതിപ്പോ ഉണ്ടായില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടാ. കാരണം വെച്ചാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ആവശ്യമൊന്നും അവർക്കില്ല. കാരണം വെച്ചാൽ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ അധികാരത്തിന് വലിയ റെപ്രസെന്റേഷൻ ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, രാജസ്ഥാനിലൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പൊ ടിക്കാറാം മീണ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഷെഡ്യൂൾ ട്രൈബാണ്. അപ്പൊ അതിലാണ് ടിക്കാറാം മീണയൊക്കെ ഉള്ളത്. ആ ടിക്കാറാം മീണയൊക്കെ സമുദായമാണിത്. ആ മീണ കമ്മ്യൂണിറ്റിക്ക് രാഷ്ട്രീയമായിട്ടുള്ള റെപ്രസെന്റേഷൻ കുറവാണ്. പക്ഷേ അവർക്ക് സിവിൽ സർവീസുകളിലും അതുപോലെ തന്നെ മറ്റേ സർക്കാർ സർവീസുകളിലും വലിയ റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇവിടെ സർക്കാർ സർവീസിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ട്. കാരണം എന്താ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലും മറ്റ് നിരവധി മന്ത്രിമാർ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വകതിരിവോ മാറ്റിയിരുത്തലോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നമ്മുടെ നാട് കുറച്ചുകൂടി പറഞ്ഞ പോലെ പുരോഗമിക്കുകയല്ല, പകരം അതപ്പതിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറകോട്ട് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മതം നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് യഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-നകത്താണെങ്കിൽ പ്രശ്നമില്ല, LDF-നകത്താണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ LDF-നകത്ത് 9-10 നായർമാർ ഈ മന്ത്രിസഭയിൽ നിന്നിട്ട് ആരും ഒരേ നായരായിട്ട് കാണുന്നില്ല. ആരും ഈ പറഞ്ഞ പോലെ ഈ ഈഴവനായിട്ട് മാത്രം അല്ലെങ്കിൽ തീയ സമുദായത്തിൽ നിന്ന് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പിണറായി വിജയനെ കാണുന്നില്ല. പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം സംഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ കോൺഗ്രസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ UDF വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അത് അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകത്തേണ്ട നാച്ചുറൽ ആയിട്ട് റെപ്രസെന്റേഷൻ ഉണ്ടാവട്ടെ. ഇനി അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചാലും ഇത്തരത്തിൽ എന്ത് ചെയ്യും, ഇത് സാധ്യമാകുന്ന കാര്യമായിരുന്നു, ഇപ്പോഴും ആണ് എന്നുള്ളതാണ് വാസ്തവം.